ഹായ്, ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ്. ഇന്ന് ഞായറാഴ്ച അവധിയാണെങ്കിലും നൗഷാദക്ക് ഒരു പ്രത്യേക പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൂട്ടീനും കാര്യങ്ങളും എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മുഴുവനായും കണ്ടോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രാവിലെ നൗഷാദ് പുറത്തെ പണിക്കിടുന്ന വേഷമൊക്കെ മാറ്റി പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് കോഴിക്കൊക്കെയുള്ള തീറ്റ റെഡിയാക്കാണ്. അതിൽ ഞാൻ കൊടുക്കാറുള്ളത് ഗോതമ്പം കൊടുക്കും, പിന്നെ അരി കൊടുക്കും, പിന്നെ നമ്മളെ മുട്ടക്കോഴിൻ്റെ തീറ്റയും കൊടുക്കും. അത് മിക്സാക്കിയിട്ട് രണ്ട് കൂട്ടിലാണ് കോഴികളുള്ളത്. അവർക്ക് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കും. അതിൻ്റെ കൂടെ ഡെയിലി വെള്ളം കൊടുക്കും. ആഴ്ചയിൽ പിന്നെ ഒരു ദിവസം പിന്നെ അവർക്കുള്ള വിറ്റാമിൻ മരുന്ന് അതും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ കിളികളെ പേപ്പറൊക്കെ മാറ്റാണ്. ഞായറാഴ്ച ഒഴിവുള്ളത് ഫുള്ള് കിളിക്കൂടെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ അടിയിൽ പേപ്പർ ഇടുക ചെയ്യുക. മഴ ആയതുകൊണ്ട് അവർക്ക് ചെറിയൊരു ഇരിക്കുമ്പോൾ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് പേപ്പർ ഇടും. അപ്പം ഫുള്ള് അടിച്ച് വൃത്തിയാക്കി അവരെ വേസ്റ്റൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം പേപ്പർ വിരിക്കും. അതൊക്കെ ഞായറാഴ്ച ചെയ്യുന്ന ഓരോ പരിപാടികളാണ്. പിന്നെ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കും, ഭക്ഷണം മാറ്റി കൊടുക്കും, വെള്ളം കൊടുക്കും, പിന്നെ അവർക്ക് പറഞ്ഞ പോലെ മരുന്ന് കൊടുക്കും. പിന്നെ ഗോതമ്പം വെള്ളത്തിലിട്ടും കടല വെള്ളത്തിലിട്ടതാണ് കിളികൾക്കൊക്കെ ഡെയിലി കൊടുക്കും. അത് അവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. മുട്ടടാനും ആരോഗ്യത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഗോതമ്പും ചുവന്ന കടലയും. എല്ലാവരും നല്ല വെച്ച ആ സമയത്ത് തന്നെ എല്ലാവരും വന്ന് ഉഷാറായിട്ട് പെട്ടെന്ന് കഴിക്കുന്നുണ്ട്. എനിക്കത് വലിയ ഇഷ്ടമായി. രാവിലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അതിന് അടുത്ത് കൂടെ പോകുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് വിളിക്കും അവർ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഞാൻ ഡെയിലി വെച്ച് കൊടുക്കും. പിന്നെ ഡെയിലി ആ സമയമാകുമ്പോൾ അവർ വന്ന് ഇങ്ങനെ കാത്തിരിക്കും, ഇപ്പോൾ കൊണ്ടുവരും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു സ്നേഹം കാണിക്കല. ബേഡ്സിൽ എൻ്റെ അടുത്ത് കൂടുതലുള്ളത് കോക്ടെയിലാണ്. കോക്ടെയിലിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഏകദേശം ഒരു 10-16 കോക്ടെയിലുണ്ട്. അതിൽ പേളുണ്ട്, പിന്നെ ഓർഡിനറി ഉണ്ട്, പിന്നെ ലൂട്ടിനോ ഉണ്ട്, റെഡ് ഐ ഉണ്ട്, പിന്നെ ആൽബിനോ ഉണ്ട്. അങ്ങനെ എല്ലാ വെറൈറ്റി ഉണ്ട് അതിൽ. അപ്പോൾ എല്ലാം ഞാൻ ഇപ്പോൾ കോമൺ ആയിട്ടാണ് എല്ലാവരും ഇട്ടിട്ടുള്ളത്. ആദ്യം സെപ്പറേറ്റ് ഓരോരുത്തരെ കൂട്ടില്ല. ഇപ്പോൾ എല്ലാവരും കൂടി ഫ്ലൈങ് കേജ് പോലെ ഓപ്പൺ ആയിട്ടാണ് വിടൽ. രാവിലെ വെള്ളമൊക്കെ കുടിക്കുന്ന തിരക്കില്ല. അപ്പോൾ വെള്ളമൊക്കെ ഫ്രഷ് ചെയ്യാൻ വെച്ച് കൊടുത്തത്. അത് കുടിക്കുന്ന ഒരു തിരക്കിലാണ് അവരുള്ളത്. ഇത് ഒരുപാട് പ്രായമായ തത്തമ്മയാണ്. ഇതുകൂടാതെ ഡയമണ്ട് ഡോഗ് ഉണ്ട്, ജാവ ഉണ്ട്, ഫിഞ്ചസ് ഉണ്ട്, ആഫ്രിക്കൻ ബേർഡ് പലതരം കളറിലുണ്ട്. ഇതെൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ തത്തമ്മ. അവർ കുറേ വളർത്തിയതിന് ശേഷം ഞങ്ങൾക്ക് തന്നതാണ്. ബി കോംപ്ലക്സ് ഇത് 15 ദിവസം കൂടുമ്പോൾ കൊടുക്കണം. ചൂടല്ലേ, എല്ലാ വിറ്റാമിനും ഇതിലുണ്ട്. 9 കണ്ടന്റ് ഉണ്ട്. അയൺ, കാൽസ്യം എല്ലാം കൂടി ബി കോംപ്ലക്സ്, സിങ്ക് എല്ലാ സാധനം ഉണ്ട്. വിറ്റാമിൻ കോഴിക്കൊക്കെ പക്ഷിയൊക്കെ എല്ലാത്തിനും, ബേഡ്സിനെല്ലാം. ഇത് ഞങ്ങളെ കോഴികൾ നമ്മുടെ അടുത്തുള്ള എല്ലാ വെറൈറ്റികളാണ്. നമ്മുടെ അടുത്തുള്ളത് ഫയോമി ഉണ്ട്, BV38 ഉണ്ട്, പിന്നെ മുട്ടക്കോഴി ഉണ്ട്, പിന്നെ പാലക്കാട് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അങ്ങനെ 4 ടൈപ്പ് വെറൈറ്റിയാണ് നമ്മുടെ അടുത്ത് കോഴികളുള്ളത്. എല്ലാം കൂടി ഒരു 10-25 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി എന്തായാലും ഒരു 10 മുട്ടൻ്റെ മേലെ 10-13 മുട്ട ഡെയിലി ഞങ്ങൾക്ക് നമ്മളെ ആവശ്യത്തിന് കിട്ടും. അതിനു വേണ്ടിയാണ്. പിന്നെ ഒരു ഹോബി, ഒരു രസം, എല്ലാവരും കൂടി നല്ല രസമായിട്ട് ഞായറാഴ്ച ഒരു 3 മണിക്കൂർ വേണം അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാൻ. അവർ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയി അവർ പോയി. ഇനി നമുക്ക് നമ്മുടെ റൂട്ടീന് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് കുറച്ച് സ്പെഷ്യലൊക്കെ ആക്കി ഉണ്ടാക്കും. അപ്പോൾ രാവിലെ തന്നെ കോഫി ഉണ്ടാക്കുകയാണ്. ഞാൻ ബ്രൂവിൻ്റെ കോഫിയാണ്, ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അത് കുടിച്ച് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ കട്ടിപ്പത്തിരി ഉണ്ടാക്കി. ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും കുറച്ച് പണിയുള്ള ദിവസം രാവിലെ ഒന്ന് ചുരുക്കും. അപ്പോൾ കട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ അതിലേക്ക് ചെമ്മീൻ കറിയും ഉണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പത്തിരി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആദ്യം വെള്ളം തിളച്ച് അതിലേക്ക് ഉപ്പിട്ട് പിന്നെ തേങ്ങയിട്ട് തിളച്ചതിന് ശേഷം പൊടി ഇട്ട്, പൊടിയൊന്നും തിളപ്പിക്കില്ല. പൊടി ഇട്ട് കഴിഞ്ഞാൽ വേഗം ഓഫാക്കും. എന്നിട്ട് വാട്ടിയെടുക്കും, എന്നിട്ട് കുഴച്ചെടുക്കും. അധികം വെള്ളം കൂട്ടാതെ വേണം കുഴച്ചെടുക്കാൻ. അങ്ങനെ കുഴച്ചെടുത്താൽ നമ്മൾക്ക് പൊടി കൂട്ടാതെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും.
ചുടുമ്പോഴൊന്നും ഒട്ടിപ്പിടിക്കില്ല. അത് ഞാൻ പ്രസ്സുമേൽ പരത്തിയെടുത്തു. അധികം കട്ടി കുറക്കരുത്, കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും എല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇതുപോലെ പരത്തിയതിന് ശേഷം പൊടിയൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. കട്ടിയിൽ തന്നെ പരത്തി വെച്ചാൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അങ്ങനെ എടുത്ത് വെക്കാനും പറ്റും, നമുക്ക് പിന്നെ ചുടാനും പറ്റും. അങ്ങനെ ഞാൻ പ്രസ്സുമേ പരത്തി ഞാൻ ചുടാൻ തുടങ്ങി. ഒന്ന് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ചട്ടിയിൽ വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മറിച്ചിടുക. പിന്നെ അതിന്മേൽ നല്ലോണം അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പൊള്ളായി വരും. ഇത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ സുഖമാണ്. പ്രസ്സിന് പകരം 2 കവറിനുള്ളിൽ വെച്ച് പരത്തിയാലൊക്കെ മതി. എൻ്റെ മോൾ ഹോസ്റ്റലിലാണ്, അവൾ ഇതുപോലൊക്കെ നോമ്പിനൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ അത് ചുട്ടെടുക്കുക. ഇത് നമുക്ക് മീൻ കറീൻ്റെ കൂടെ, പിന്നെ ചെറുപയർ കറീൻ്റെ കൂടെ തേൻ കൂട്ടി കഴിക്കുക, നെയ്യ് കൂട്ടി കഴിക്കുക, പിന്നെ ഒലിവ് ഓയിലിൽ പഞ്ചസാര ഇട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ ചെമ്മീൻ കറി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ആവശ്യമൊക്കെ ചായ കുടിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മീൻ കറിയും പട്ടിപ്പത്തിരിയും ഉണ്ടായാൽ. അപ്പോൾ അതങ്ങനെ കുടിച്ച് പോയി. ആരത്? ഇതൊന്നും പറ്റില്ല. ഈ പൂച്ചൻ്റെ പ്രസവമൊക്കെ കഴിഞ്ഞതാണ്. ഇവിടെ കുറച്ചൊക്കെ ദിവസം ഉണ്ടായിരുന്നു, പിന്നെ പോയി, പിന്നെ പ്രസവിച്ച് ഇതാ വരുന്നേ. ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് നോക്കും. ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കും, പക്ഷെ വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്നും ഇവിടെ വരും. കോഴികൾക്കത് സാമ്പിൾ വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പൂച്ചയെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ പൂച്ച ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ പൂച്ച ഇല്ലാതെ ഉണ്ടാവലില്ല. എന്താണത്? പിന്നെ ഒരു ഫംഗിസൈഡ്, ഒരു ഇൻസൈഡ് സൈഡ്. അതെന്താ വെച്ചാൽ ഇതിനൊക്കെ വേണ്ട തൂമ്പ് വരുന്നുണ്ട്. തൂമ്പ് ഇപ്പം പൂക്കൾ വെട്ടും. വെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫംഗിസൈഡും ഒരു ഇൻസെക്ടിസൈഡും കൂടി കൂട്ടി അടിക്കുകയാണ്. സാഫും. ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? ഇനി ഞാൻ പുലാവും മാംഗോ പുഡിങ്ങും ഉണ്ടാക്കുകയാണ്. മാംഗോ പുഡിങ്ങിനായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചത്. ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. ബ്രെഡ് പുഡിങ്ങും പുലാവും ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം. ഇത് ഞാൻ ചെറുതായി കാണിക്കുന്നുള്ളൂ. അപ്പോൾ പുലാവ് ഉണ്ടാക്കുന്നത്, പുലാവ് ഉണ്ടാക്കാനായിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തൈര്, ആദ്യം ഗരം മസാലകളൊക്കെ ഇട്ടുകൊണ്ട് ഓയിലിൽ വേണം, ഓയിലും കുറച്ച് നെയ്യും കൂട്ടിയിട്ട് ചെയ്യുക. എന്നിട്ട് ഉള്ളി വാട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തൈര് എല്ലാം കൂടി ഞാൻ ഒന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി വാട്ടിയെടുക്കുകയാണ്. അതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നത് വരെയും പിന്നെ ഉള്ളി നല്ല വഴറ്റി വരെയും ഞാനത് നല്ല ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് അരി ഇട്ടു. ഇത് ഞാൻ 1 കിലോ അരിയാണ്, അതിലേക്കുള്ള വെള്ളവും പറഞ്ഞ് വേവിച്ചു. ഇങ്ങനെ ഞാൻ ചോറും വെള്ളം കൂടിയാണ് വേവിക്കുന്നത്. പുലാവ് അങ്ങനെ ഉണ്ടാക്കുക. ഇങ്ങനെ ചോറും അരിയും കൂടി വേവിക്കുന്ന ചോറ് എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ചോറ് നല്ല വെന്ത് പോവോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുമോ എന്നൊക്കെ ഉള്ള. പക്ഷേ ഇത് നല്ല രീതിയിൽ എനിക്ക് പാകത്തിന് വെള്ളവും ചോറും അരിയും നല്ല രീതിയിൽ വെച്ചതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഞാൻ വേറെ ആയിട്ട് ഇടാം. പിന്നെ ഞാൻ പുഡിങ്ങിന് ലാസ്റ്റായിട്ട് ഉള്ള ഡെക്കറേഷനിലാണിത്. ക്രീമും മാംഗോയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ട്രസ്ലെച്ചസ് രീതിയിലുള്ള മാംഗോ പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേക്ക് അല്ലെങ്കിൽ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പുലാവ് നല്ല സിമ്പിളായിട്ട് നല്ല വെള്ള കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാൻ ഞാൻ റെസിപ്പി ഇട്ട് തരാം. പിന്നെ പുഡിങ്ങും നല്ല ടേസ്റ്റാണ്. ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഇട്ട് തരാം. ഇപ്പോൾ ഇതിൽ ഞാൻ ഇടണില്ല, അപ്പോൾ നമ്മൾ വീഡിയോ വളരെ ലെങ്തായി പോവും. അതുകൊണ്ട് ഞാനത് വേറെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ ഇടാം. നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നൗഷാദ് പോയിട്ട് നമ്മൾ മാവിന്മേൽ തന്നെ ഒരു മുല്ലപ്പൂവിൻ്റെ മരം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പോയി ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് പെറുക്കിയിട്ടുണ്ട്. സാധാരണ ഞാനാണ് പെറുക്കാറ്, ഇന്ന് ഒഴിവായതുകൊണ്ട് നൗഷാദ് കണ്ടപ്പോൾ അത് പെറുക്കി. അത് റൂമിലൊക്കെ വെച്ചാൽ നല്ല മണമാണ്, നല്ല മണമുള്ള മുല്ലപ്പൂവാണത്. നൗഷാദ് അവിടെയൊക്കെ പോയി വന്നു. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് അവരൊക്കെ കൂട്ടിലേക്ക് കയറാനായി ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയാണ് കിളികളൊക്കെ. ഞങ്ങളുടെ കിളികളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും. ഇഷ്ടമായാൽ അതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിവിടെ കായ്ച്ച മാങ്ങയാണ്. നല്ല അടിപൊളിയായിട്ട് കവറിട്ടുകൊണ്ടൊക്കെ കിട്ടിയതാണ്. എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മാങ്ങൻ്റെ വിവിധ തരം മാങ്ങകളുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റെസ്പിച്ചിസ് മാംഗോ പുഡിങ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കാം. ഞാൻ റെസിപ്പി ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.